നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇന്ന് ചാറ്റ് GPT, ജെമിനി പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചാറ്റ് ബോട്ടുകൾ. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയും സാങ്കേതിക വിദ്യയുടെ ഹലാലായ കണ്ടുപിടുത്തങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം. അതിൽ നമുക്കാർക്കും സംശയമില്ല. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചാറ്റ് ബോട്ടുകളെ അന്ധമായി വിശ്വസിക്കുകയും അതിനെ അന്ധമായി അനുകരിക്കുകയും ആയത്തുകളും ഹദീസുകളും പോലും നിർമ്മിത ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് അവലംബിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും തെറ്റ് പറ്റാമെന്ന് ചാറ്റ് ബോട്ടുകളുടെ ഗൈഡ് ലൈൻസിൽ അവർ തന്നെ എഴുതാറുണ്ട്. മാത്രമല്ല, മനുഷ്യന് പോലും നിസ്സാരമായി അറിയാവുന്ന കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകൾ അതല്ലെങ്കിൽ അതിൻ്റെ ചാറ്റ് ബോട്ടുകൾ തെറ്റിച്ചതായി നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മതവിധികൾ ചോദിക്കാനും ആയത്തുകളും ഹദീസുകളും അവലംബിക്കാനും നാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അറിവുള്ള വ്യക്തികളോട് അഥവാ നമ്മുടെ ഉസ്താദുമാരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ്. അതല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി തന്ന വിവരങ്ങളെ ഉസ്താദുമാരോട് ചോദിച്ച് ഉറപ്പുവരുത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നാം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ മതനിയമങ്ങളും ആയത്തുകളും ഹദീസുകളുമെല്ലാം തെറ്റായി നാം മനസ്സിലാക്കാൻ അത് കാരണമാകും. അതിനാൽ നാം ഈ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള തെറ്റുകളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.